നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. നമ്മുടെ നാട്ടിൽ ജലജന്യങ്ങളായ വയറിളക്ക രോഗങ്ങൾ ധാരാളമായുണ്ട്. മുൻപൊക്കെ കോളറയായിരുന്നു ഇവരിൽ വില്ലൻ. പക്ഷേ ഇപ്പോൾ കുറേ വൈറസുകളും ചില ബാക്ടീരിയകളുമാണ് വയറിളക്ക രോഗം കൂടുതലായും ഉണ്ടാക്കുന്നത്. ORS കൊണ്ടുള്ള പാനീയ ചികിത്സ കൊണ്ട് നിയന്ത്രിച്ച് നിർത്താനാവുന്നതാണ് ഇവയിൽ ഭൂരിഭാഗം വയറിളക്ക രോഗങ്ങളും. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും വളരെ ഗുരുതരവും മരണത്തിന് തന്നെ കാരണമായേക്കാവുന്ന ഷിഗല്ലോസിസ് എന്ന വയറിളക്കം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ബാക്ടീരിയകളാണ് ഷിഗല്ല ബാക്ടീരിയകൾ. ഈ ഷിഗല്ല ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ വളരെ കുറച്ച് അണുക്കൾ കൊണ്ടുപോലും വളരെ മാരകമായ രോഗമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മലിനജലം, ശുചിത്വമില്ലാത്ത പഴകിയ ഭക്ഷണങ്ങൾ, കഴുകാതെ ഉപയോഗിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, പിന്നെ കൈ കഴുകാതെ ഇരിക്കുന്ന അവസ്ഥ, ഇവയൊക്കെ കൂടെയാണ് ഈ രോഗം പടർന്നു പിടിക്കുന്നത്. ശീതീകരിച്ച ആഹാര സാധനങ്ങളിൽ ഈ ഷിഗല്ല ബാക്ടീരിയയ്ക്ക് വളരെ കാലം ജീവൻ നിലനിർത്താൻ സാധിക്കും. മുതിർന്നവരിലും ചെറിയ കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് വളരെ ഗുരുതരമായ രോഗം ഉണ്ടാകുന്നത്. വയറിളക്കം, ഛർദി, ക്ഷീണം, വയറുവേദന എന്നിവയിൽ തുടങ്ങി മലത്തിലൂടെ ധാരാളം രക്തം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. തുടർച്ചയായുള്ള വയറിളക്കം മൂലം ഈ രോഗം ബാധിച്ചവരിൽ നിർജ്ജലീകരണം ഉണ്ടാവുകയും അത് ഷോക്ക് എന്ന അവസ്ഥയിലേക്കും മരണത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു. ഷിഗല്ല ടോക്സിൻ എന്നുള്ളത് ഷിഗല്ല ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ഒരു വിഷവസ്തുവാണ്. ഈ വിഷവസ്തു നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബോധക്ഷയം, ജന്നി, മരണം എന്നിവ സംഭവിക്കാം. മലം പരിശോധിച്ചും മലം കൾച്ചർ ചെയ്തുമാണ് രോഗനിർണയം നടത്തുന്നത്. എല്ലാ വയറിളക്ക രോഗങ്ങളുടെയും ചികിത്സയിൽ എന്നപോലെ നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഷിഗല്ലോസിസിൻ്റെ ചികിത്സയുടെയും പ്രധാന ചികിത്സ. ഇതിനുവേണ്ടി ORS കൊടുക്കാം, അല്ലെങ്കിൽ നിർജ്ജലീകരണം കൂടുതലായുള്ളവർക്ക് ഞരമ്പുകൾ വഴി ഡ്രിപ്പ് നൽകാം. വൈറ്റമിൻ A, സിങ്ക് എന്നിവ ഉപയോഗിക്കാം. വയറിളക്ക രോഗങ്ങളുടെ ചികിത്സയിൽ പൊതുവേ ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. എന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾ വളരെ ഫലപ്രദമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഷിഗല്ലോസിസ്. ഷിഗല്ലോസിസ് നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണപദാർത്ഥങ്ങൾ വേവിച്ച് നല്ലപോലെ പാകം ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിക്കുക. പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക. കൈകൾ നല്ലപോലെ കഴുകുക. ആഹാരത്തിന് മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും കുട്ടികളെ എടുക്കുന്നതിന് മുമ്പും കൈകൾ നല്ലപോലെ കഴുകുക. നമ്മുടെ പരിസരവും എല്ലാം മാലിന്യ വിമുക്തമായിട്ട് സൂക്ഷിക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാതെയും ക്ലോറിനേറ്റ് ചെയ്തും ഉപയോഗിക്കുക. ഷിഗല്ലോസിസ് എന്നത് നേരത്തെ കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ്. പക്ഷേ വൈകിയാൽ അത് മരണത്തിലേക്ക് തന്നെ നയിച്ചേക്കാം. അതുകൊണ്ട് വയറിളക്ക രോഗമുള്ളവർ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. നന്ദി, നമസ്കാരം.